വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തതെല്ലാം പാപമത്രേ. എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് ഒറിജിനേറ്റ് ഇൻ ഫെയ്ത്ത് ഈസ് എ സിൻ. അല്പം സീരിയസ് ആയിട്ടുള്ള ഒരു വചനമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമത്രേ. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ കഴിവുണ്ട് നമ്മളങ്ങ് ചെയ്യും. നമുക്ക് പണമുണ്ട് നമ്മൾ വീടങ്ങ് പണിയും. പണമുണ്ട് നമ്മൾ ജോലിക്കാരെ അങ്ങ് നിർത്തും. പക്ഷെ നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് കർത്താവേ അത് പണിയണം, അതെങ്ങനെ പണിയണം എന്ന് ചോദിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഉടനെ ചോദിക്കും. അതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് നടത്തുന്നത്. അത് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് ഇൻഡിപെൻഡൻ്റായിട്ട് ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം കൊച്ചിലെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻഡിപെൻഡൻ്റാക്കി വളർത്തും. തന്നെ ചെയ്യും. ഒരു കണക്കിന് നല്ലതാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരിക്കലും മാറിയൊരു തീരുമാനം എടുക്കരുത്. അത് വിനയാകും. കാരണം നമ്മൾ ആത്മാവിലായി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എല്ലാത്തിനും ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കോൺസ്റ്റൻ്റായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ ഒരുവൻ ആകുന്ന ദൈവം എൻ്റെ കൂടെ വസിക്കുകയാണ്. പക്ഷെ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒന്നും പറയൂല. പരിശുദ്ധാത്മാവ് വളരെ സെൻസിറ്റീവാണ്. കൊടുക്കേണ്ട മഹത്വം ബഹുമാനം കൊടുത്താൽ പരിശുദ്ധാത്മാവ് അങ്ങേയറ്റം നമ്മളിൽ കൂടെ പ്രവർത്തിക്കും. പക്ഷെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഞാൻ വചനം പറയാൻ പോകുന്നിടത്ത് എനിക്കറിയാം ചിലപ്പം പരിശുദ്ധാത്മാവ് വ്യസനിക്കുന്നത് എനിക്കറിയാം. കാരണം അവർക്കത് റിസീവ് ചെയ്യാനുള്ള ആത്മാവായിട്ടില്ല. പിന്നെ നമ്മൾ ചുമ്മാ ഒരു കൂട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ള അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തിയും അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ച് തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൈവം പറയുന്ന ഒരു ഭാഗം പുറപ്പാടിൻ്റെ 3-ാം അധ്യായത്തിനകത്ത് മോശയെ തിരഞ്ഞെടുത്ത ഒരു ഭാഗമുണ്ട്. മോശയെ ഇസ്രായേലിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരാളെ ഒരുക്കിയെടുക്കുകയാണ്. അത് ഇസ്രായേലിൻ്റെ നന്മ കൊണ്ടൊന്നുമല്ല, അവർ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ പെട്ട മക്കളാണ്. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ മക്കൾ ജോസഫിൻ്റെ മക്കളായിട്ട് ഫറോൻ്റെ അടുക്കൽ പോയി. അവരുടെ അനുസരണക്കേടുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. അവിടെ പോയി 450 വർഷത്തോളം ഇപ്പോൾ ഫറോൻ്റെ അടിമയായി ജീവിച്ച് ഇവരുടെ കുലീനത്വം, ഇവരുടെ കുടുംബം, ഇവരുടെ ദൈവം എല്ലാം ഇവർ ഒരുവിധം മറന്ന കാലമാണ്. 450 വർഷം പോലെ ഒരു ലോങ് ടൈമല്ലേ, തലമുറകൾ മാറിപ്പോയി. അങ്ങനെ ഈ മിസ്രൈമ്യർക്ക് അടിമത്വത്തിൽ ജീവിക്കുന്ന ഇസ്രായേലിയർക്ക് അവരുടെ ദൈവത്തിൻ്റെ ശക്തി എന്നറിയത്തില്ല. പിന്നെ കുറേ പ്രായമുള്ള മൂപ്പന്മാരുണ്ട്, അവർ നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവിയില്ല, ഇവിടെ നിന്നാൽ ഈ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്ക് കഴിയും? അങ്ങനെ ഇവർ കരഞ്ഞത് കൊണ്ട് ദൈവം തമ്പുരാൻ ഒരാളെ ചൂസ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആരാണ്? മോശ. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവനാണ് മോശ. മോശ ഉണ്ടായ സമയത്ത് പിശാചിന് മനസ്സിലായി ദൈവത്തിൻ്റെ വലിയ പ്ലാന്. അതുകൊണ്ടെന്ത് എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തു. മോശയെ കൊന്നില്ല, എല്ലാത്തിനെയും കൊന്നേക്കാവുന്നു. പക്ഷേ മോശയെ ദൈവം രക്ഷിച്ചു. ഫറവോൻ്റെ തന്നെ സഹോദരി മോശയെ കൊട്ടാരത്തിൽ തന്നെ വളർത്തി 40 വർഷം അവിടെ ജീവിച്ചു. അത് കഴിഞ്ഞ് മോശയ്ക്ക് തൻ്റെ വിളി അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുകൊണ്ട് ഒരു മനുഷ്യനെ, ഒരു ഈജിപ്ഷ്യനെ കൊന്നു, അവനെ മൂടിയിട്ടു. പക്ഷെ പിറ്റേ ദിവസം ഇസ്രായേൽ തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോൾ അവരെ സഹായിക്കാൻ ചെന്നപ്പം അവർ പറഞ്ഞു, ഇന്നലെ മിസ്രൈമിനെ കൊന്ന പോലെ ഞങ്ങളെയും കൊല്ലാൻ നീ ആരാണെന്ന് ചോദിച്ചു. അപ്പം മോശയ്ക്ക് മനസ്സിലായി ഞാനൊരു കൊലയാളിയാണെന്ന് ഫറോ അറിഞ്ഞു കഴിഞ്ഞു, ഇനി അവിടെ നിന്നാൽ രക്ഷയില്ല. അതുകൊണ്ട് മോശ ഓടിപ്പോയി മരുഭൂമിയിൽ വസിക്കുന്ന സമയമാണ് പുറപ്പാട് 3. അവിടെ മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്തെ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അപ്പം ഹോരേബിൽ വെച്ച് പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന് മോശ നിൽക്കുമ്പോൾ ഇവിടെ ഒരു മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള മുൾപ്പടർപ്പ്. ഇത് കത്തുന്നതെങ്കിലും മുൾപ്പടർപ്പ് കത്തിപ്പോകുന്നില്ല. അപ്പോൾ നമ്മളൊരു തീ കത്തിച്ചാൽ എല്ലാം കരിഞ്ഞു പോകുന്നവരും, നമ്മൾ എന്തെല്ലാം കരിയിലകളിട്ട് ഓട്ടോ ചാരമായി പോകും. ഇതുപോലെ തന്നെ നിൽപ്പുണ്ട്. ഈ ഹോരേബിലുള്ള ഈ വൃക്ഷം ഇപ്പോഴും അതിൻ്റെ മുൾപ്പടർപ്പ് ഇപ്പോഴും അവിടെ ഇപ്പുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറയും, നീ പോയിച്ച് തിരിച്ചു വരുമ്പോൾ അതിനൊരു ചെറിയ ഇല എനിക്ക് കൊണ്ടു തരണം, മുൾപ്പടർപ്പുണ്ടല്ലോ എന്ന്. അവളത് വിശ്വസിച്ചു, എന്നെ വലിയ ഇഷ്ടമുള്ളത്. അവളവിടെ ചെന്നപ്പം അവൾ പറഞ്ഞു, എനിക്കൊരു ചെറിയ ഇല തന്നേ പോകത്തുള്ളൂ, എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇതും കൊണ്ടേ ചെല്ലാമെന്ന്. അങ്ങനെ അവർ പറഞ്ഞു, ഇതെല്ലാവരും ഇങ്ങനെ കൊണ്ടുപോയി അതേ ഇല ഇതേലില്ല, എന്നാലും നിങ്ങളുടെ നിർബന്ധം ഒരു ചെറിയ ഇല എനിക്ക് കൊണ്ടു തന്നു. ഞാനതെങ്ങോ സൂക്ഷിച്ച്
കൊണ്ട് വീട് മാറി മാറി എവിടാന്ന് പോലും ഇപ്പോൾ അറിയുന്നില്ല. പക്ഷേ ആ ഇല തീരെ ചെറിയ ഒരു ഇലയിൽ ചെറിയ ഒരു കമ്പയിൽ ചെറിയ ഇലയുണ്ടാകുന്ന മുൾപ്പടർപ്പാണ്. ഇതിലൊരു തീ വന്നാൽ അന്നേരം കത്തിപ്പോവും. പക്ഷെ മോശ നോക്കുമ്പോഴുണ്ട് ഇവിടെ തീ കത്തിക്കൊണ്ടിരിപ്പുണ്ട്, മുൾപ്പടർപ്പ് കത്തുന്നില്ല. ഇതൊരു പ്രത്യേക അനുഭവമാണ്. അതുകൊണ്ട് മോശയ്ക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായി. മോശ ഇതൊന്ന് ചെന്ന് നോക്കാമെന്ന്. എപ്പോഴും ദൈവം ഒരാളെ വിളിക്കുമ്പം ദൈവം ഒരു ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കും. നോട്ട് ചെയ്തു? ദൈവം ഒരാളെ വിളിക്കാൻ സമയം അവന് ഇഷ്ടമുള്ള ഒരെണ്ണം ഒരു ചൂണ്ട പോലെ ഇട്ട് കൊടുക്കും. അതന്വേഷിച്ചാൽ വരുന്നില്ല, ദൈവത്തെ ഒന്നുമല്ല. പക്ഷെ വന്നു പോയോ വിളിച്ച് കയറ്റും. അവിടെ തന്നെ അതാണ് കർത്താവിൻ്റെ വിശ്വസ്തത വലുത്. അപ്പം മോശ ഒരു ഗതിയില്ലാത്ത കാലം, എത്ര വയസ്സ്? 80 വയസ്സോളം. ഒരു ഗുണമില്ലാതെ 40 വർഷം മരുഭൂമി കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. മരുഭൂമി കണ്ട മോശ അടുത്ത് ചെല്ലുന്ന നിമിഷത്തിൽ ദൈവം വിളിക്കുകയാണ്. അവന് മോശേ മോശേ എന്ന് വിളിച്ചു. നമ്മുടെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം, വിശ്വാസവീരൻ. എൻ്റെ പേരറിയാം, എൻ്റെ ഭർത്താവിൻ്റെ അറിയാം, മക്കളുടെ പേര്, അവരൊക്കെ പേർ ചൊല്ലി വിളിക്കാൻ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട് കർത്താവ്. ഒരു ബുക്കുണ്ടല്ലോ നമ്മളെക്കുറിച്ച്. ആ കറക്റ്റ് ടൈമായപ്പം ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. മോശേ മോശേ എന്ന് വിളിച്ചു. അതിനെ അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അല്ല, ചുമ്മാ ഒരു ശബ്ദം കേട്ടിട്ടും മോശ ആൻസർ ചെയ്തു. ദൈവത്തിനറിയാം എങ്ങനെയാണ് വിളിക്കേണ്ടിയെന്ന്. എന്ത് പറ്റി? അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഒഴിക്കണം പറഞ്ഞു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തു, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നല്ലതും വിശാലമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് എല്ലാ ശത്രുക്കളെ, കനാന്യർ, ഹിത്യർ, അമോറിയർ, പെരിസ്ത്യർ, ഫിത്യർ എല്ലാത്തിനും ഞാൻ മാറ്റി നിങ്ങൾക്ക് തരും. അതിന് ഞാൻ ഇറങ്ങി വന്നത്. അപ്പം കനാൻ ദേശം കൊടുക്കാൻ വേണ്ടി ദൈവം പറയുന്നു, അവരുടെ കരച്ചിൽ ഞാൻ കേട്ടു, അവരുടെ സങ്കടം ഞാൻ കണ്ടു. ദൈവം ഒരു കരച്ചിൽ കേട്ടാൽ ഉത്തരം തരും. ഇത്ര വ്യക്തമായിട്ട് ദൈവം വിശ്വാസവീരനാക്കി മോശയെ മാറ്റുന്നത് കണ്ടു. മോശയ്ക്ക് വലിയ വിശ്വാസമൊന്നും അന്നേരം ഇല്ല. എവിടുന്ന്? മോശയുടെ അമ്മ പഠിപ്പിച്ചെങ്കിലും മോശ ഫറവോൻ്റെ കൊട്ടാരത്തിലല്ലേ വളർന്നു. സോ ഹീ സീസ് ഭുജബലം കണ്ടു വളർന്നവനാണ്, ആത്മാവിൻ്റെ ബലമല്ല. പക്ഷെ ദൈവം പഠിപ്പിച്ചെടുക്കുന്നില്ല. അന്ന് തൊട്ട് ഒരു മുൾപ്പടർപ്പ് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വരും. എപ്പോഴൊരു ഡീവിയേഷൻ ജീവിതത്തിൽ വരണോ, ഒരു മുൾപ്പടർപ്പ് വന്ന് നിൽക്കും. ആ മുൾപ്പടർപ്പ് കാണാനുള്ള ക്യൂരിയോസിറ്റി അല്ലെ ആകാംക്ഷ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ തന്നെ ആയിരിക്കും കർത്താവ് ചൂണ്ടയിടുന്നത്. അത് ഇപ്പം നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിച്ചിട്ട് ഒരു കല്യാണം നടക്കത്തില്ല. അവസാനം ഈ കൊച്ചിന് 40-40 വയസ്സായി, ഇനിയിപ്പോൾ കല്യാണം നടക്കത്തുന്നില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അമേരിക്കയ്ക്ക് പോകുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് പോയി ആ കൊച്ച് എല്ലാ ദിവസവും മാട്രിമോണി നോക്കും. എൻ്റെ കൊച്ചിന് ചേരുന്നുണ്ട്. എത്ര വർഷം നോക്കി 40 വയസ്സായി. ലാസ്റ്റിൽ ഒരു ദിവസം ഒരു ചെറുക്കനെ ഇവനൊന്ന് അയച്ചാലോ, എന്തൊക്കെയോ ഒരുപോലെ തോന്നിക്കുന്നു, ഒരേപോലെ ചേരുന്നു. അവൾ അയച്ചു. അത് ചേർന്നതാണെന്ന് തോന്നുന്നു. ഒരു വിവാഹം കഴിച്ചു. അടുത്തടന്ന്. എന്തൊരു മനോഹരമല്ലേ ദൈവം ചെയ്യും. കർത്താവിനറിയാം എവിടെയാണ് ചൂണ്ടയിടേണ്ടിയെന്ന്. തിരിച്ച് വിളിക്കേണ്ടിയപ്പോൾ അവൻ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യാതെ കണ്ണടച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശ്വാസത്തിൽ ഒറിജിനേറ്റ് ചെയ്യാത്ത ഒന്നും പ്രൊസീഡ് ചെയ്യേണ്ട. നിർത്ത്, സ്റ്റോപ്പ് ഇറ്റ്. അതെല്ലാം തൂത്ത് തുടച്ച് ദൂരക്കള. എന്നിട്ടൊരു പുതിയ അധ്യായം കൊണ്ട് തുടങ്ങും. കർത്താവിൻ്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കുന്നിടത്തേ ഞാൻ പോകുന്നുള്ളൂ. അപ്പച്ചൻ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. എന്നിട്ട് എന്താണ്? കനാൻ ദേശം, എന്നൊരു തേനും പാലും ഒഴുകുന്ന ദേശം കൊടുത്തില്ലേ. പിന്നെ 40 വർഷം കഴിഞ്ഞ് മോശ തിരിച്ചു ചെല്ലുന്നു, തൻ്റെ ജനതയെ തിരിച്ചു കൊണ്ടുവരുന്നു കനാൻ ദേശത്ത്. ഇന്ന് ഇസ്രായേലിൽ തൻ്റെ ജനം താമസിക്കുന്നു. മനോഹരമായിട്ട് പൂർത്തി. ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു ഈസ് ഫെയ്ത്ത്ഫുൾ ടു കംപ്ലീറ്റ്. അവൻ തുടങ്ങിയവൻ പൂർത്തിയാക്കാൻ വിശ്വസ്തൻ തന്നെ. ഇതിലൊക്കെ നമ്മളെ ഒന്ന് പഠിപ്പിക്കുന്നു, ദൈവം ദൈവമാണ്, മനുഷ്യൻ മനുഷ്യനുമാണ്. നമുക്ക് ദൈവത്തോട് കമ്പീറ്റ് ചെയ്യാനൊക്കത്തില്ല. ആ ഒരു സുബോധം നമുക്കുണ്ടാകണം.
മുടിയനായ പുത്രനുണ്ടായ പോലെ എൻ്റെ അപ്പൻ്റെ അടുക്കിലൂടെ ഞാൻ തിരിച്ചു പോവുക, ആ ഒരു വരം എന്ന് അയക്കുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ. മുടിയനായ പുത്രന് തിരിച്ചു വരവിന് ഒരു വിശ്വാസം ഇട്ടുകൊടുത്തു. അവന് വിശന്നപ്പം എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെന്ന് ഓർമ്മ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമൊക്കെ പലരും അവരവരുടെ കഴിവിൽ എന്തൊക്കെയോ ഉണ്ടാക്കി കൂട്ടുകയാണ്. അപ്പൻ അവിടെ എന്തൊക്കെയോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കനാൻ ദേശം കൊടുക്കാൻ, തൻ്റെ മക്കൾ സന്തോഷിക്കാൻ. പക്ഷെ ഇവരുടെ തന്നെ കഴിവിലുണ്ടാക്കുന്നത് ശരിയെന്നും പറഞ്ഞില്ല. ഇവരുടെ ബുദ്ധിമണ്ഡലം പിശാച് അടച്ചു വെച്ചിരിക്കുക. ആ വലിയ ആ ഇരുമ്പോടാമ്പൾ ഇന്ന് കർത്താവിൻ്റെ വചനം അയച്ച് വെട്ടി മാറ്റി കുഞ്ഞുങ്ങൾക്ക് സുബോധം കൊണ്ട് ഒരു വലിയ ഇടിമിന്നൽ അങ്ങോട്ട് അയച്ചിട്ട് എന്നെ രണ്ടായിട്ട് അങ്ങോട്ട് പിളർന്ന് കൊടുക്കുന്നു. അകത്തോട്ട് വെളിച്ചം കയറട്ടെ അപ്പച്ച. ദൈവം വിളിച്ചു ഇരുമ്പോടാമ്പളെ കണ്ണിച്ച് താമ്രവാലെ ഉടച്ചു മാറ്റുന്ന ദൈവശബ്ദം വചനമായിട്ട് ഒരു പടർപ്പിനകത്ത് തീയായിട്ട് കടന്നു കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കണേ. മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളമില്ലാതെ നടക്കുന്നിടത്ത് ലോകത്തിൻ്റെ ഇമ്പത്തിൻ്റെ പുറകെ പോകുമ്പം ആത്മാവിൻ്റെ വിളി കേൾക്കാൻ ഒരു പുതിയ ദൃഷ്ടി അവർക്ക് ഇട്ടുകൊടുക്കണമേ. അകത്തെ പുരുഷനോട് സംസാരിക്കും, അകത്തെ മനുഷ്യൻ ജീവിക്കട്ടെ അഭിഷേകം. ജീവൻ്റെ വെള്ളം അവരുടെ മേൽ തളിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ദൈവം മോശയെ ഒരു വിശ്വാസ വീരനാക്കി മാറ്റി. മോശ മൂലം ഇസ്രായേൽ ജനതയെ മുഴുവനും രക്ഷിച്ചു. ഇന്നും അവിടെ ഇവിടെയൊക്കെ മോശകളുണ്ട്, പക്ഷെ ഒരെണ്ണവും ചെവി കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് പച്ച. നമ്മുടെ മക്കളിൽ മോശയുണ്ട്, അഹറോനുണ്ട്, ദാനിയേലുണ്ട്, ദാവീദുണ്ട്, പൗലോസുണ്ട്, യേശു, എല്ലാവരും ഉണ്ട് പച്ച. വിളിക്കാതെ എങ്ങനെ വിളി അയക്കണം പച്ച. പേർ ചൊല്ലി ഓരോരുത്തരുടെയും പേർ ചൊല്ലി വിളിക്കണം പച്ച. ക്രിസ്തു എന്നുള്ള പേരിട്ടവന് വിളി കേൾക്കണം പച്ച. ഒരമ്മയുടെ അപ്പൻ്റെയും പ്രാർത്ഥന കേട്ട് സമൂഹമായിട്ടുള്ള പ്രാർത്ഥന ഒരു പ്രാവശ്യം 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുമെന്നും ന്യായമായ എന്തൊരു കാര്യം പ്രാർത്ഥിച്ചാലും അത് ചെയ്ത് തന്നിരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 5:14 പറയുന്നത്. ദിസ് ഈസ് ദ കോൺഫിഡൻസ് ദാറ്റ് വി ക്യാൻ അപ്രോച്ച് ദ throne of grace. This is the confidence that what you are asking in His name, you will receive it. And you have got it. അങ്ങനെ തന്നെ സംഭവിച്ചിട്ട് തലമുറകളെ വീണ്ടെടുക്കുന്ന ദൈവസ്നേഹം തൻ്റെ പാഷൻ തൻ്റെ മക്കളോടുകൂടി അതിൽ നിന്ന് നിവർത്തിച്ചിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.